ഹമാസ് അമേരിക്കയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുണ്ടോ? ഒക്ടോബർ 7-ന് ഇസ്രയേലിനെ ആക്രമിച്ചതിന് സമാനമായ ഒരു ആക്രമണം അമേരിക്കയിലും ഹമാസ് പ്ലാൻ ചെയ്യുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. US അന്വേഷണ ഏജൻസിയായ FBI തന്നെയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രയേൽ ആക്രമണത്തിന്റെ 1-ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ആക്രമണം ഉണ്ടാകുമെന്നാണ് FBIയുടെ മുന്നറിയിപ്പ്. FBIയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വലിയ ആശങ്കയിലും ജാഗ്രതയിലുമാണ് US എന്നാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബർ 4-നാണ് FBI ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. അതിനിടെ ഒക്ടോബർ 7-ന് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചേക്കും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ശക്തമായ തിരിച്ചടി ഇസ്രയേൽ ഇറാന് നൽകുമെന്നാണ് സൂചന. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു വാർത്തയോടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. എന്നാൽ ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ബൈഡൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ 7 ഇസ്രയേൽ തിരിച്ചടിക്കാൻ തെരഞ്ഞെടുക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ലെബനനിൽ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുന്നു. കരയാക്രമണം ഇസ്രയേലിന് കീറാമുട്ടിയായി മാറിയെന്ന റിപ്പോർട്ടുകളാണ് അതിനിടെ പുറത്തുവരുന്നത്. ആക്രമണവുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് പെടാപ്പാടുപെടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇസ്രയേലിന്റെ മുന്നേറ്റം തടയുന്നതിനായി ഹിസ്ബുള്ള ഹിഡൻ ഇംപ്രൊവൈസ്ഡ് ബോംബുകൾ ഉപയോഗിക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ലെബനനിൽ ഇസ്രയേലിനെ വെള്ളം കുടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി. ലെബനനിൽ ഇസ്രയേൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് യുദ്ധ നിരീക്ഷകരും സമ്മതിക്കുന്നുണ്ട്. കരയാക്രമണം തുടങ്ങി ഒരാഴ്ചയായിട്ടും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. ലെബനന്റെ സവിശേഷ ഭൂപ്രകൃതിയാണ് ഇസ്രയേലിനെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് ഒരു ഇസ്രയേലി മിലിറ്ററി കറസ്പോണ്ടന്റ് വ്യക്തമാക്കിയത്. ലെബനന്റെ കുന്നുകളും പരുക്കൻ ഭൂപ്രകൃതിയുമാണ് ഇസ്രയേലിന് തിരിച്ചടിയായി നിൽക്കുന്നതെന്നും കറസ്പോണ്ടന്റ് അവകാശപ്പെടുന്നു. അതിനിടെ ലെബനനിലും ഗസയിലും ഇസ്രയേൽ വ്യോമാക്രമണം രൂക്ഷമാക്കി. ഇത്രയും ദിവസങ്ങൾക്കിടെ മരണം 2000 കവിഞ്ഞ ലെബനനിലുടനീളം ശനിയാഴ്ച വ്യാപക ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തത്. ബെയ്റൂട്ടിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സേന കുടിയൊഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തതായി അഭയാർത്ഥികൾക്കായുള്ള UN ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻസി എക്സിൽ കുറിച്ചു.